അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇറച്ചിപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മൾ പണ്ട് കാലത്ത് സൽക്കാരത്തിനാണെങ്കിൽ ഒരു വിരുന്നിനാണെങ്കിൽ എന്തിനും നമ്മുടെ ഇറച്ചിപ്പത്തിലില്ലാത്തൊരു പരിപാടി ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴും ഒരുപാട് ചായൻ്റെ കടി വന്നിരുന്നെങ്കിൽ ഇത് എപ്പോഴും നമ്മുടെ രാജാത്തിയായിട്ട് തന്നെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് കോഴിക്കോട് ഇറച്ചിപ്പത്തിലും ഒന്ന് നമ്മുടെ കണ്ണൂർക്കാർ ഇറച്ചിപ്പത്തിലും. അപ്പോൾ ഇതെന്താണ് നിങ്ങൾക്ക് സംശയിക്കുന്നുണ്ടാവും. സംശയിക്കുന്നതിന് മുമ്പ് ഞാൻ ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ മർത്താനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിനൊരു ഡോ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയിൽ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് നന്ന സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയത്തൊക്കെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള നല്ല ഒരു മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗീ ഒഴിച്ചു. ഗീയിൽ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതിട്ടിട്ട് ഒരു 3 ഉള്ളിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്ത് കുറച്ച് മസാലപ്പൊടി ചേർക്കുക. ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്തിരിക്കുന്ന നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് മസാല ഒന്ന് നല്ലോണം വഴറ്റുക. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ, മസാല വെള്ളം പോലെ ആയിപ്പോയത്. അപ്പോൾ നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കറിവേപ്പിലയും കുറച്ചും കൂടെ ചേർത്തു. കുറച്ച് നമ്മുടെ ഒഴിച്ചുവിടാൻ പറ്റാത്ത സാധനം ഗീയും ചേർത്ത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുള്ള മസാല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ മസാല നിങ്ങൾ ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ ടേസ്റ്റിനുള്ള മസാല നിങ്ങൾക്ക് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല എല്ലാം റെഡിയായി. നമ്മുടെ ഒരു 10-15 മിനിറ്റ് നമ്മളിത് ഇത് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ല വട്ടത്തിൽ പരത്തണം. ഒറ്റൊരു പരത്തൽ തന്നെ നമുക്കൊരു 5-6 എണ്ണം കിട്ടുന്ന രീതിയിൽ പരത്തണം. പണ്ട് അങ്ങനെയല്ല കേട്ടോ, ഒന്ന് പരത്തും എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊന്ന് വെച്ചിട്ട് മുറിച്ചിട്ട് എന്നിട്ടൊക്കെയാണ് അത് ഭയങ്കര പണിപ്പെട്ടിട്ടാണ് പണ്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോഴും അങ്ങനത്തെ ഒരു പണിയൊന്നുമില്ല കേട്ടോ. എല്ലാം നമുക്ക് ഈസി ആയിട്ട് നമ്മളെപ്പോഴും എന്ത് പണിയെടുക്കുമ്പോൾ എളുപ്പത്തിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നില്ലല്ലോ. ഞാനെല്ലാം അങ്ങനെയാണ്. വേഗം എന്താ എൻ്റെ ഒരു മുട്ടയുടെ റെസിപ്പി കണ്ടിട്ടില്ലേ, മുട്ടപ്പത്തിൻ്റെ വെലിങ്ങനെ പരത്തും, മസാല വെക്കും, മുറിക്കും. അതാണ് എനിക്ക് അങ്ങനെ ഇഷ്ടം. ചെറിയ ചെറിയ പണിയെടുക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വലിയ വട്ടത്തിൽ ആദ്യം പത്തിരിയൊക്കെ പരത്തിയിട്ട് ആദ്യം റെഡിയാക്കി വെച്ചു. നല്ല നീളത്തിലും വട്ടത്തിലുമായിട്ട് നല്ല പരത്തി. ഈ ഒരു തിക്കിൽ വേണം, അധികം നൈസുമായി പോരുത്, തീരെ പിന്നെ ഒരുപാട് തടിവായി പോരുത്. ആ രീതിയിൽ ഞാൻ ഈ 4 പത്തിരീൻ്റെ മാവും പരത്തി വെച്ച് 2 ചെറുതും 2 ഇച്ചിരി വലുതും കൂടെ വേണം. ഇതിൻ്റെ മൂടുമ്പോൾ മസാലയൊക്കെ വെച്ചിട്ട് മൂടുമ്പോൾ അത് കുറച്ച് വലുതായിരിക്കണേ. അങ്ങനെ ഞാൻ മസാല പരത്തി വെച്ച് ഇനി നമുക്കിതിനെ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം, ഡ്രൈ ആയി പോവരുത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇതിനെന്താക്കണം, നമ്മളൊരു തുണി, നനഞ്ഞ തുണിയൊന്നും വേണ്ട, സാധാരണ തുണിയിലൊന്ന് പൊത്തി വെക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇത് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാഴിയില്ലേ, ആ നാഴിൻ്റെ ആ ഒരു പാത്രം എനിക്ക് കറക്റ്റ് അളവാണ്. ആ അളവിൽ ആദ്യം ഞാൻ ആ ചെറുതായിട്ട് പരത്തി വെച്ച നമ്മുടെ ചപ്പാത്തിൻ്റെ മുകളിൽ ചെറിയൊരു അടയാളം വെച്ച്. അപ്പോൾ നമുക്ക് അടയാളം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് പോകാതെ ശ്രദ്ധിക്കാമല്ലോ മസാല. അപ്പോൾ ഇതൊരു എളുപ്പ വഴിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും എളുപ്പ വഴി ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനിതിന് ഒരു ചെറിയൊരു അടയാളമൊക്കെ വെച്ച് ഒരു 5-6 എണ്ണം കിട്ടീന് കേട്ടോ ഒരു പ്രാവശ്യം തന്നെ എനിക്ക് മുറിക്കുമ്പോൾ. എന്നിട്ട് അതിൻ്റെ ആ വട്ടത്തിൻ്റെ ഉള്ളിൽ ഞാൻ മസാല ഫില്ല് ചെയ്തു. അപ്പോൾ എനിക്ക് എളുപ്പമായി, മുറിക്കാനും എളുപ്പമായി. പിന്നെ ഒറ്റയടിക്കനോ ഒരു പ്രാവശ്യം പരത്തുമ്പം തന്നെ ഒരുപാടെണ്ണം കിട്ടുകയും ചെയ്ത്. പണ്ടെങ്ങനെയാണ് ഒരു പരത്താൻ ഒരു പൂരിയുടെ വലുപ്പത്തിൽ മാവെടുക്കും, എന്നിട്ട് കുഞ്ഞി പരത്തും. അപ്പോൾ ഒരു ഇറച്ചിപ്പത്തിൽ 2 പത്തിൽ വേണം. അപ്പോൾ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് പണ്ടല്ല പുതിയാപ്പിളാറ് പയാപ്പിള ആക്കുകയും ചെയ്തത്. ഇപ്പം പുതിയാപ്പിളയും ഇല്ല, പയാപ്പിള ആക്കാൻ പുതിയാപ്പിളയും ഇല്ല. വരുമ്പം തന്നെ പറയും ചായക്കടി വേണ്ട, പിന്നെ ഷുഗർ കട്ടാണെന്നൊക്കെ. അതിപ്പോഴത്തെ പുതിയാപ്പിള. പണ്ട് അങ്ങനത്തെ ഷുഗർ കട്ടൊന്നുമില്ല. അവിടെ നമ്മൾ പുതിയാപ്പിളാറ് നല്ലോണം സൽക്കരിക്കുകയും ചെയ്തതിന്, കണ്ണൂർക്കാരും തലശ്ശേരിക്കാരൊക്കെ. അപ്പം ഞാൻ എന്താക്കി അതൊക്കെ മസാലയൊക്കെ നിറച്ച് വേറൊരു ചപ്പാത്തി പരത്തിയതിനെടുത്തിട്ട് മുകളിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഒട്ടിച്ചു. എന്നിട്ട് നമ്മുടെ എടുത്ത നാഴിനെക്കാട്ടി കുറച്ചും കൂടി ഇച്ചിരി കൂടെ വലിപ്പമുള്ള ഒരു ഇഞ്ച് വലിപ്പമുള്ള വേറൊരു മൂടി എടുത്തിട്ട് അതിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിനെ കട്ട് ചെയ്തിട്ട് കിട്ടി. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് നമ്മൾ ഇറച്ചിപ്പത്തിലിന്. ഇപ്പോഴത്തെ ഇറച്ചിപ്പത്തിൽ ഇങ്ങനെയല്ല കേട്ടോ. ഇപ്പം നമ്മൾ എൻ്റെ മറ്റേ മുട്ട വെച്ചിട്ടുള്ള ഒരു പത്തിലുണ്ടാക്കില്ല, മുട്ടപ്പത്തിൽ, അതുപോലെ നീളത്തിൽ പരത്തും, ഇങ്ങനെ വെക്കും, കട്ട് ചെയ്യും. പക്ഷേ ഇത് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് അതിൻ്റെതായ ഒരു രസം. നമ്മൾ പറയുന്നില്ല, പണ്ട് എൻ്റെ ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് പറയലുണ്ടായിരുന്നു, എൻ്റെ മോളെ പുതിയാപ്പിള വന്നു കഴിഞ്ഞാൽ മുട്ടമാല മേടിച്ചു കൊടുക്കൂല, മുട്ട ബുൾസൈ ആക്കി കൊടുക്കുന്നു. കാരണം മുകളിൽ മഞ്ഞയും
ആ തായൽ വെള്ളയുള്ള ആ രീതിയിലേ ഞാൻ കൊടുക്കുള്ളൂ, ഞാൻ മുട്ടമാലയൊന്നും കൊടുക്കൂല എന്ന്. അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ചിരി വരുന്നുണ്ടാവും. കാരണം എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടിട്ട് പല്ലൊക്കെ എടുക്കുന്നതെന്ന്. പക്ഷെ ഇതിന് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു രസമായി. ആ പല്ലിൻ്റെ നമ്മുടെ ഈ പിരിക്കുന്നതിൻ്റെ ആ കുറച്ച് ക്രിസ്പി ആയിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ളതും ആ നടുക്ക് നല്ല സോഫ്റ്റും നല്ല ക്രിസ്പി എല്ലാം കൂടിയിട്ടാകുമ്പോൾ ഒരു കാണാനും ഒരു ഭംഗിയാണ്, ഒരു മൊഞ്ചാണ് കാണുമ്പോൾ. എന്ത് നമ്മളൊരു മൊഞ്ചായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് രസമല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം കൂടിയിട്ട് മസാലയൊക്കെ നിറച്ച് നല്ല മൊഞ്ചിൽ ഇതിനിങ്ങനെ പിരിച്ചെടുത്ത് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ആ പ്രസ് ചെയ്ത ഭാഗം ഇങ്ങനെ ഒട്ടിക്കുക. പെട്ടെന്ന് ആക്കാൻ പറ്റും. പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഇറച്ചിപ്പത്തിൽ മസാലയൊക്കെ നിറച്ചു, പിരിയൊക്കെ എടുത്തു, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിനെ പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ കണ്ടെത്താൻ കൊഞ്ചുണ്ടല്ലേ കാണാൻ, നല്ല ഭംഗിയുള്ള പിരി. അപ്പോൾ ഇതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് ഇവളല്ലേ പറഞ്ഞ കോഴിക്കോടുകാർക്ക് ഒരു ഇറച്ചിപ്പത്തിലുണ്ട്, കണ്ണൂർക്കാർക്ക് ഒരു ഇറച്ചിപ്പത്തിലുണ്ട്. വെയിറ്റ് ഞങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യല്ല. അപ്പോൾ നമ്മൾ എണ്ണ സാധാരണ ഓയിൽ ഞാൻ പിന്നെ ചീനച്ചട്ടിയിൽ വെച്ച് നന്നായിട്ട് ഓയിൽ ചൂടാക്കിയതിന് ശേഷം തീ ഒന്ന് ചെറുങ്ങനെ കുറച്ചതിന് ശേഷം നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇറച്ചിപ്പത്തിൽ എണ്ണയിലിടുക. ഇത് നന്നായിട്ട് ഒന്ന് വടനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്താലേ ഇത് കുറച്ചിങ്ങനെ പൊങ്ങി വരുള്ളൂ. അങ്ങനെ നമ്മുടെ ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ നമ്മളോട് കള്ളം പറയുകയാണോന്നല്ല. ഈ കോഴിക്കോടുകാർ ഇറച്ചിപ്പത്തിൽ മധുരം ഉണ്ടാവും കേട്ടോ. നമ്മളെ തലശ്ശേരിക്കാർ ഇറച്ചിപ്പത്തിൽ, കണ്ണൂർക്കാർ ഇറച്ചിപ്പത്തിൽ മധുരം ഉണ്ടാവില്ല. ഇതൊരു വ്യത്യാസമാണ്. അപ്പോൾ ഇതെങ്ങനെ മധുരം ഉണ്ടാവും? ഇവൾ കംപ്ലീറ്റ് ഇതിപ്പോൾ ഇറച്ചി പണ്ടത്തിൽ എങ്ങനെയാണ് മധുരം ഉണ്ടാവുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അറിയുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, അറിയാത്തവർ വിചാരിക്കുന്നുണ്ട് ഇവൾ എന്താ ഈ പറയുന്നത്, എന്താ ചെയ്യുന്നത്. വെയിറ്റ് ചെയ്യേ, എല്ലാം വരും, വഴിയേ വരും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഇങ്ങനെ പൊരിച്ചെടുക്കുക. നല്ല കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭംഗിയല്ല. എന്ത് കഴിഞ്ഞാൽ ആ പഴയ കോളിലൊരു നമ്മളെ മുട്ടമാലയൊക്കെ ഇപ്പോൾ എന്ത് പുഡിങ് വന്നാലും നമുക്ക് ആ മുട്ടമാലിൻ്റെ ആ ഒരു ഇഷ്ടം വേറെ തന്നെയല്ല. അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഇറച്ചിപ്പത്തിൻ്റെ ഒരു ഭംഗിയും ആ ഇടുപ്പൊരു വേറെ തന്നെയാണ്. ഇത് ചില സമയത്ത് ഇതിന് മുട്ട വെച്ചിട്ടുണ്ട് ഒരു ഇറച്ചിപ്പത്തിലിടാൻ. അത് കുറച്ചും കൂടെ വലിയതാണ്. നമ്മുടെ പ്ലേറ്റില്ലേ അത്ര വലുപ്പം ഉണ്ടാവും. ഇതുപോലെ തന്നെ 2 ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഇതേപോലെയൊക്കെ വക്കെടുത്ത് ഇങ്ങനെ നമ്മുടെ എന്താ പറയുക പിരി എടുത്തിട്ട് എണ്ണയിൽ പൊരിക്കുന്നതാണ്. വലിയ ഇറച്ചിപ്പത്തിലാണ്. അത് പുതിയ പിള്ളേർക്കല്ല അതാണ് പണ്ട് കൊടുക്കാൻ. നമ്മളിപ്പം ഇങ്ങനെ കുഞ്ഞാക്കിയിട്ട് സാധാരണ നോർമൽ ഇറച്ചിപ്പത്തിൽ അത് വലുതായിട്ട് ഇങ്ങനെ ചൂടും, എന്നിട്ട് കട്ട് ചെയ്തൊക്കെ തിന്നലുണ്ട്. അപ്പം നമ്മുടെ ഇറച്ചിപ്പത്തിലൊക്കെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല മുഞ്ചത്തി ഇറച്ചിപ്പത്തിലാണ്. അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂർക്കാർ ഇറച്ചിപ്പത്തിൽ. ഇനി നമ്മുടെ കോഴിക്കോട് ഇറച്ചിപ്പത്തിൽ കാണണ്ടേ, അതും ഒരു ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ പൊരിച്ച് എല്ലാം വെച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണം, ഒരു പണിയും കൂടെ കുറച്ച് കൂടുതലാണ് അവർക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇറച്ചിപ്പത്തിൽ എത്രയാണോ നമ്മൾ ഉള്ളത് അതിന് കണക്കായിട്ടുള്ള മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് ഇതിനെ ബീറ്റ് ചെയ്യും. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ വീണ്ടും എന്താക്കും, നമ്മുടെ ഓട്ടിൽ ചപ്പാത്തിയൊക്കെ ചുടുന്നത് പോലെ വീണ്ടും ഇതിനെ ചുട്ടെടുക്കും. അപ്പോൾ എന്താവും, ഇതിനൊരു ചെറിയൊരു മധുരവും ഏലക്കായ ഇടാൻ മറന്നു പോകരുത്. ഏലക്കായും പഞ്ചസാരയും മുട്ടയും കുറച്ച് പാലും ചേർത്തിട്ട് നന്നായിട്ട് അടിക്കുക. എന്നിട്ട് ഇതിനെ ഓട്ടിലിട്ടിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഇതിനെന്താണ് ഈ പ്രത്യേകത, എരിവും ഉണ്ടാവും, ആ ഒരു ഗീലാണ് പൊരിച്ചെടുക്കേണ്ടത്. പിന്നെ പണ്ട് പുതിയാപ്പിളാർക്ക് ഗീ കൊടുത്ത് ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ പുതിയാപ്പിള അങ്ങനെ വരുമ്പോൾ തന്നെ പറയും ഷുഗർ കട്ടാണ്, ഡയറ്റിംഗ് ആണ്, നമ്മളൊന്നും കഴിക്കൂല എന്ന്. അമ്മായിമാർക്കാണെങ്കിൽ സുഖം, ഒന്നും വേണ്ടല്ലോ, പിന്നെ കിട്ടുന്നത് എന്തെങ്കിലും ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കഴിക്കും. ഇങ്ങനെ ബുദ്ധിമുട്ടിട്ടൊന്നും ആരും ഒരു പുതിയാപ്പിളാർക്കും ഫുഡ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്നിട്ട് മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ ഗീയിൽ ഇതിനെ വീണ്ടും ഒന്ന് വാട്ടിയെടുത്തിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ ഭയങ്കര രസമാണ്. കാരണം ഉള്ളിൽ നല്ല എരിവോട് കൂടിയുള്ള മസാലയും ആ പുറത്തെ ഒരു ചെറിയ ലൈറ്റ് മധുരം, ലൈറ്റ് ഒരു വേറെ ഒരു ഫ്ലേവർ ആട്ടോ ഇത്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ കണ്ണൂർക്കാർ ഇറച്ചിപ്പത്തിൽ കഴിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഫസ്റ്റ് കഴിച്ചത് നമ്മുടെ കോഴിക്കോടുള്ള സൈനബ ഹോട്ടലിലാണ് ഞാൻ ഇത് ഫസ്റ്റ് കഴിച്ചത്. അപ്പോഴും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതാണ് നമ്മളെ കോഴിക്കോടുകാർ ഇറച്ചിപ്പത്തിൽ ചെറിയ മധുരം ഉണ്ടാവും എന്ന് പറഞ്ഞ്. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളെ കോഴിക്കോടുകാർ ഇറച്ചിപ്പത്തിലും നമ്മളെ കണ്ണൂർക്കാർ ഇറച്ചിപ്പത്തിലും ഒന്നിനോട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും ടേസ്റ്റാണ്. നല്ല ചൂട് ചായയും നമ്മുടെ ഇറച്ചിപ്പത്തിലും മധുരത്തോടു കൂടിയും എരിവോടു കൂടിയും ഇഷ്ടമുള്ള പോലെ കഴിക്കാം. ഷുഗർ ഉള്ളവർക്ക് എരിവുള്ള കഴിക്കാം, ഷുഗർ ഇല്ലാത്തവർക്ക് മധുരമുള്ള കഴിക്കാം. അപ്പം എന്തായാലും ഇത് രണ്ടും ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.